ഇവിടുന്ന് കൊണ്ടുപോയി നിങ്ങൾ കുറെ മാവുകൾ കൊണ്ടുപോയി? ഒരുപാട് സ്ഥലത്ത് മാവ് വാങ്ങി, ഒരുപാട് സ്ഥലത്ത് വാങ്ങിയ ആളാണ്. പക്ഷെ ഉണ്ടായത് എനിക്ക് എന്റെ ഭാഗ്യം നിങ്ങളെ ഭാഗ്യമാണെന്ന് അറിയില്ല. ഇവിടുന്ന് കൊണ്ട് 3 മാവ് ഇപ്പൊ കായ്ച്ചു. ആപ്പിൾ റൊമാനിയ, പിന്നെ മല്ലിക, പിന്നെ കർപ്പൂരം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കർപ്പൂരം ഇപ്പൊ മാങ്ങയായോ? 2-3 മാസമായിട്ടു. മാങ്ങയായോ? മാങ്ങ 5 വാങ്ങണ്ടേ? 5 വാങ്ങിയുണ്ട്. കോശേരിയിൽ എന്തുണ്ട് സ്ഥിതി? നിങ്ങളുടെ കയ്യിലുള്ള കോശേരിയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അതപ്പോ നിങ്ങൾ മാങ്ങ പഴുക്കാൻ പറിച്ചു വെച്ച് ഒരു എത്ര മാങ്ങ ഉണ്ടാവും ഇപ്പം പറിച്ചു വെച്ച്? അയ്യോ, അവര് 25 കിലോ ഉണ്ട്. 25 കിലോ ഉണ്ട്. അത് 6 മാസത്തോളായോ? അതിന് പൊതുവെ കുറച്ച് ഫെബ്രുവരി ആവുമ്പോ 6 മാസം ആവുള്ളൂ. ഫെബ്രുവരി ലാസ്റ്റിലേക്ക് 6 മാസം. പ്രായത്തിന്റെ കണക്കില്ല, 3 വർഷമൊക്കെ. ഇത് ഒരുപാട് മുമ്പ് കഴിക്കൽ തുടങ്ങിയാട്ടോ. ഇത് കഴിക്കാം. നല്ല കോശേരി ഇപ്പൊ നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് തോന്നി. ഒരു 6 മാങ്ങ ഉള്ളായിരുന്നു. ഇക്കൊല്ലം സെപ്റ്റംബറിൽ ഉണ്ടായി. ഇപ്പൊ പറിക്കൽ കഴിഞ്ഞപ്പോ വീണ്ടും ഉണ്ടായി. അപ്പൊ ഒരുവിധം അതിന്റെ മുകളിലൊക്കെ തന്നെ മാങ്ങകളായി. ചക്കയോ വിയറ്റ്നാമിന്റെയൊക്കെ ഉണ്ടോ? എല്ലാ ഐറ്റം ഉണ്ട്. വിയറ്റ്നാം ഒന്നുമല്ല, വിയറ്റ്നാമിനേക്കാളും രുചികരമായ പിന്നെ ഡെങ്സൂര കഴിച്ചു ഇഷ്ടംപോലെ. സംബന്ധിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? സൂപ്പറാണ്. അതില് വേറെ അത്രക്കും ടേസ്റ്റുള്ള ഒരു ചക്കയും ഇല്ല എന്ന് പറയാം. എല്ലാ ചക്ക ഞങ്ങളുടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് റെഡ് ജാക്ക് കഴിച്ചു. റെഡ് ജാക്ക് നല്ല രസമാണ്, ചെറിയ ചക്ക. പിന്നെ ഡെങ്സൂര കഴിച്ചു. പിന്നെ ഗംലസ് ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഏതാ മലേഷ്യന്റെ ജേഡത്രി മറ്റേ ഇതും വിയറ്റ്നാം. പിന്നെ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഒരു സാധനം കൂടി ഉണ്ട്. എന്താ നങ്കടാക്ക് എന്തായാലും ഫോട്ടോ എടുത്തില്ല. 3 ചക്ക ഉണ്ട്. അടിപൊളി. അതിന്റെ ഫോട്ടോ ഒന്ന് ഇട്ട് തന്നിട്ട് അടിപൊളി. അതെ, ഫോട്ടോ എടുക്കാൻ മറന്നു. മുകളിലാണ്. അതിന്റെ ഒരു ഫോട്ടോ ഒന്ന് എടുത്തിട്ട് തരുന്നുണ്ടോ? അത് നിങ്ങൾ കായ പറിക്കുമ്പോ അതിന്റെ ഒരു വീഡിയോ ചെയ്ത് തരുന്നുണ്ട്. വീഡിയോ വേണ്ടത്? വീഡിയോ ഇട്ട് തന്നാ മതി. ഫോട്ടോ എന്താ ഇട്ടു? ഫോട്ടോ ഇടണ്ടി. അതിൽ ഒരു ഇതിലേ ഉള്ളൂ. ഒരു എന്താ പറയാ, ഞെട്ടിയോ? ഒരു 3 അടുത്ത കൊല്ലത്തേക്ക് ഇഷ്ടം പോലെ ആവട്ടോ. ഇപ്പൊ എന്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ വർഷവും പാറന്റെ അടുത്താ വേര് പാറമ്പ് അതുകൊണ്ട് അങ്ങനെ വാടും. അപ്പൊ ഞാൻ നനച്ചു കൊടുക്കും. ഇക്കൊല്ലും നനക്കണ്ട്. പക്ഷെ എവിടുന്ന് കൊണ്ടുപോയത് എന്തോ അറിയില്ല. മാവ് നനക്കാം. ഇവിടുന്ന് കൊണ്ടുപോയ 3 മാവും കായ്ച്ചു. മാവ് നനയ്ക്കുന്നതിന്റെ കഥയൊന്നും പറഞ്ഞുതരാം. അതിന് സമയമുണ്ട് കേട്ടോ. അതിന് നനയ്ക്കാക്കേണ്ട സമയമുണ്ട്, നനയ്ക്കേണ്ട സമയമുണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. നിങ്ങളുടെ 3 മാവ് കൊണ്ടിട്ടു. ആ 3 കായ്ച്ചു. പിന്നെ ഞങ്ങളൊരു അനുഭവം എന്താ അറിയോ, ഇവിടുന്ന് കൊണ്ടുപോയതിന്റെ പല സാധനം ഇപ്പൊ നിങ്ങൾ ചക്ക കൊണ്ടുപോകുന്ന പോലെ പല ആളും പലതും കൊണ്ടുവരും. അതുകൊണ്ട് ഒരുവിധം പഴവർഗ്ഗങ്ങളൊക്കെ തിന്നാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്നുള്ള ഒരു അനുഭവം ഉണ്ട്. എല്ലാ ഐറ്റം ചക്ക ഉണ്ടായിരുന്നു, വരാൻ കഴിഞ്ഞില്ല. ഒക്കെ കുറെ ആൾക്ക് കൊടുത്ത് ചീഞ്ഞു പോകും. അപ്പൊ ഇനി മറ്റുള്ള ചക്ക ഇതുണ്ടല്ലോ ഡെങ്സൂര, സൂപ്പറാണ്. നിങ്ങളെ പേരും കൂടി ഒന്ന് പറയും. എൻ്റെ ഒരു കെ മുഹമ്മദ്. സ്ഥലം മുണ്ടംപറമ്പ്. വീട്ടിൽ നമ്മള് സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഒരാളാണ് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ വേണ്ടി. അതെ, സ്വന്തം വീട്ടാവശ്യത്തിലേക്ക് സ്വന്തം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരാളാണ്. നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിലെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്ഥാപനത്തിൽ സന്ദർശിച്ചു പോകുന്നുണ്ട്. ഞാൻ ഇവരോട് വെറൈറ്റി വന്നണോ ചോദിച്ചു വരുന്ന ആളാണ്. അപ്പൊ ഇവർ തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പൊ നമുക്കിത് പറയാനുള്ളത്. ഞാൻ പിന്നെ മാംഗോസ്റ്റീൻ കഴിച്ചില്ലേ? അതെ. മാംഗോസ്റ്റീൻ അത്യാവശ്യം കായ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്? അത്യാവശ്യം കായ. ഒരുവിധം സാധനങ്ങളൊക്കെ തന്നെ കായ ആയിട്ടുണ്ട് അല്ലേ? ഇപ്പം ചക്ക നമ്മൾ തിന്നാൻ ആളില്ല. ഞാനും എന്റെ വൈഫും മാത്രമേ വീട്ടിലുള്ളൂ. ഈ 2 കുട്ടികൾക്ക് ഓൽക്കത് വേണ്ട. പക്ഷെ ഇഷ്ടം പോലെ അടുത്ത കുട്ടികൾക്കില്ല. എല്ലാവർക്കും ചക്ക കൊടുക്കാൻ കഴിയുന്നു. മാങ്ങ പിന്നെ എത്ര ഉണ്ടെങ്കിലും ചെലവായി പോണ്ട്. മാങ്ങ മെയിൻ തന്നെ കേട്ടോ. ഇന്നത്തെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഇന്ന് ചക്ക പഴുത്തിട്ട് 2 ആളുകൾ പിന്നെ രാവിലെ തന്നെ വിളിച്ച് ചക്ക നല്ല മണമുണ്ട്, പറിക്കാൻ പറ്റുമോ ചോദിച്ചു. അത് ഏതാണ് പറിക്കാൻ വേണ്ടി പറഞ്ഞ് അതിന്റെ ഒരു വീഡിയോ ചെയ്ത് എനിക്ക് തരുന്നുണ്ടാവും. പിന്നെ ഈ മലേഷ്യന്റെ വണ്ടിയിൽ വെച്ചാലും മണത്തിട്ട് പിന്നെ ഞാൻ ഇപ്പൊ ഈ സലാമിന് കൊടുത്ത് വന്ന് വീട്ടില് ഞാൻ അന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചില്ല. അപ്പൊ നിങ്ങൾക്കും കരുതി വെച്ചേന്. പിന്നെ ഒരുപാട് വേറെ കൊടുത്തു. സലാമിനറിയോ ഇവിടെ ഈ
ആ ഇവിടെ വരുന്ന ആളാണ്. എന്നാൽ ശരി. അപ്പോൾ അവരെ പേരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പുതിയ അനുഭവമാണ് ഞങ്ങൾക്ക്. ഇതുപോലുള്ള ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് ഇവിടെ വന്നിട്ട്. ശരി.